ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ട്രേഡിംഗിൽ ബിഗിനേഴ്സിന് സ്റ്റേബിൾ ഇൻകം ഇല്ലാത്തവരുണ്ട്. സോ വാട്ട് ടു ഡു ആൻഡ് നോട്ട് ടു ഡു ഫോർ ബിഗിനേഴ്സ്. സോ ജസ്റ്റ് അസ്യൂം നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, നല്ല ക്യൂരിയസ് ആണ്, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെയാണ് മനസ്സിൽ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ട്രേഡിംഗ് പഠിച്ച് ആ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്ന ടൈം നിങ്ങളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കും. ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് ഈ ട്രേഡ് എനിക്ക് ലോസ് ആക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയേ പറ്റൂ എന്നായിരിക്കും. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ലൈഫും ട്രേഡിങ്ങും തമ്മിൽ, ലൈഫിലത്തെ പ്രശ്നങ്ങളും ട്രേഡിങ്ങും തമ്മിൽ ഒരിക്കലും കലർത്തരുത്. കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അവിടെ സൈക്കോളജി എന്ന് വലിയൊരു പാർട്ട് ഉണ്ട് ട്രേഡിങ്ങിൽ. ഈ ഒരു സൈക്കോളജി കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റണം. പൈസ എന്തെങ്കിലും ഒരു രീതിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ ആ ഏർണിങ്സിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാം, ചെയ്യാം, എല്ലാം ചെയ്യാം. ആ സമയത്ത് ലോസ് ഉണ്ടായാൽ പോലും നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആയിരിക്കും, കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഇൻകം വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല, കാരണം ഇവിടെ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളും കുറെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പൈസ ഉള്ളവരടക്കം ഇഷ്ടം പോലെ ലോസസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് സൈക്കോളജി. സോ നിങ്ങളുടെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് കമന്റ് ചെയ്തോ, നമുക്ക് നോക്കാം.